കോൺഗ്രസിലേക്കുള്ള ഒരു പ്രവേശനം അതൊക്കെ എങ്ങനെയായിരുന്നു? ഇവിടെ ഈ പൊന്നാനിയുടെ ഒരു വികസന കാഴ്ചപ്പാട് എന്തൊക്കെ മാറ്റങ്ങളാണ് പൊന്നാനിയിൽ വരേണ്ടതായിട്ട് ആഗ്രഹിക്കുന്ന പദ്ധതികൾ? വിവാഹിതയായിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കന്യാകർമ്മം പോലും ഭേദിക്കപ്പെടാത്ത കന്യകയാണ് വികസന കാര്യത്തിൽ ഇന്നും പൊന്നാനി. ആ MP-യുടെ MP ഫണ്ടും MLA-യുടെ MLA ഫണ്ടും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഫണ്ടും ഒരു പൂളാക്കി മാറ്റുകയും മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ചേർന്ന് വികസന കാര്യങ്ങൾ നിശ്ചയിക്കുകയും അതിലേക്ക് സമയബന്ധിതമായിട്ട് ഫണ്ട് വിനിയോഗം ഉണ്ടാകുകയും വേണം. അല്ല, ഞാൻ ഇങ്ങനൊരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് സമ്മതിച്ചുകൊണ്ട് മറുപടി പറയുന്ന രീതിയിൽ അത് വരും. കാരണം അത് CPM-നോടാണ് പറയുന്നത്. നിങ്ങൾ ദയവേത് നിങ്ങൾ ഈ കളത്തെ പൊന്നാനിയെ നിങ്ങൾ വർഗീയമാക്കണം. ഒരേ സമയം എല്ലാ വർഗീയതയും വിനിമയം ചെയ്യുന്ന വിജയത്തിന് വേണ്ടി ഏത് വഴികേടും സ്വീകരിക്കുന്ന പാർട്ടിയാണ്. അവരെ പ്രതിരോധിക്കുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിൽ പൊന്നാനി ഇത്തവണ വിജയിക്കും. നിരീക്ഷിച്ചൊരു കാര്യം പറഞ്ഞു, അതിനെ നിങ്ങൾ ആവശ്യമില്ലാതെ കൗണ്ടർ ചെയ്യേണ്ട. ഞാൻ കൗണ്ടർ ചെയ്തല്ലേ, ഞാൻ ഒരു രാഷ്ട്രീയ താങ്കൾ കോൺഗ്രസിന്റെ പ്രാസംഗികനായിട്ട് തുടങ്ങി എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഈ സംഘടനാപരമായിട്ട് നേരത്തെ ഇപ്പോൾ നിലവിൽ KPCC-യുടെ ജനറൽ സെക്രട്ടറിയാണ്. നേരത്തെ എന്തൊക്കെ സംഘടനാ ചുമതല, കോൺഗ്രസിലേക്കുള്ള ഒരു പ്രവേശനം അതൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ തിരൂർ പോളിടെക്നിക്കിലായിരുന്നു ഞാൻ എൻ്റെ KSU പരീക്ഷണങ്ങളൊക്കെ ആരംഭിച്ചു. ഞാൻ അവിടെ സമ്പൂർണമായിട്ട് അവിടെ KSU തിരിച്ചു വരുന്നതിൽ വലിയൊരു പങ്ക് വഹിച്ച് ദീർഘകാലം അവിടുത്തെ KSU-ന് നേതൃത്വം കൊടുത്തിരുന്നു. ഞാൻ വ്യത്യസ്ത ഭാരവാഹിത്വങ്ങൾ ആ കാലത്ത് വഹിച്ചിട്ടുണ്ട്, യൂണിറ്റ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള. പക്ഷെ ഞങ്ങളുടെ ആ കാലം ഒരു അഭിശപ്തമായൊരു കാലമായിരുന്നു. ഒരു 93 തൊട്ട് 2001 വരെയുള്ള ഒരു കാലത്ത് ഇതിൽ പുനഃസംഘടനയൊന്നും നടന്നിരുന്നില്ല. ആ കാലത്ത് 90-കളുടെ ആ രണ്ടാം പകുതിയിലാണ് നമ്മുടെ ഒരു ഊഷ്മള കലാലയ ഘട്ടം. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ എല്ലാ കാലത്തും നമ്മൾ ഒരു കരുണാകരൻ്റെ ഒരു ആരാധകനും അല്ലെങ്കിൽ അദ്ദേഹത്തെ അനുധാവനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയം പുലർത്തിയിരുന്ന ആളാണ്. നമ്മളൊരു ലീഡർ ആളായിരുന്നു എല്ലാ കാലത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും ലീഡർ ഒരു പാർട്ടി രൂപീകരിച്ചപ്പോൾ ഞാൻ DIC-യിൽ പോയ ഒരാളായിരുന്നു. അത് ഒരുപക്ഷെ രാഷ്ട്രീയമായിട്ട് വലിയ നഷ്ടമാണെങ്കിലും ലീഡറോടുള്ളൊരു കാണിക്ക എന്ന നിലയിൽ ആ നഷ്ടബോധം ഏശാത്ത ഒരു രാഷ്ട്രീയക്കാരൻ കൂടിയാണ് ഞാൻ. അത്രമാത്രം നമ്മൾ ലീഡറും ഇന്ദിരാഗാന്ധി ആയിരുന്നു 78-ൽ ശരി എന്ന് വിശ്വസിക്കുന്ന ഒരു ഐഡിയോളജിക്കൽ ഐയാണ്, ഓപ്പർച്യൂണിസ്റ്റിക് ഐ അല്ല. അപ്പോൾ അങ്ങനെ ലീഡർ ആളായിരുന്നു. അങ്ങനെ DIC ഞാൻ അതിൻ്റെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ട്രഷററായിരുന്നു. ഇബ്രാഹിം കുട്ടി കല്ലറായിരുന്നു പ്രസിഡന്റ്. പ്രവീൺ കുമാർ, ബിന്ദു, കൃഷ്ണ ഇങ്ങനെയൊക്കെ സഹഭാരവാഹികളായിരുന്നു. അനൂപ് ജേക്കബ് ഒക്കെ ഉള്ള ഒരു കമ്മിറ്റി ആയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ കോൺഗ്രസിലേക്ക് വളരെ പെട്ടെന്ന് NCP ലീഡർ തിരിച്ചു വരുന്നതിന് മുമ്പ് വന്നു. NCP ഒക്കെ ആവാൻ നമുക്ക് മനസ്സ് വന്നില്ല. നമ്മള് പാർട്ടി പിളർന്നു ചില വിഷയങ്ങൾ, ചില നിലപാടുകളുടെ പേരിൽ. ആ നിലപാടുകളൊക്കെ കാലം കൊണ്ട് പറഞ്ഞു തീർക്കുമ്പോൾ വീണ്ടും പാർട്ടിയിലേക്കൊക്കെ പോകുന്ന ഒരു കോൺഗ്രസ് പിളർപ്പിനാണ് നമ്മളൊക്കെ കൂടെ നിന്നത്. പക്ഷെ അത് ലീഡറുടെ കുറ്റം കൊണ്ടോ മുരളീധരന്റെ കുറ്റം കൊണ്ടോ അല്ല, പല പല കാരണങ്ങൾ കൊണ്ട് അത് നടക്കാതെ പോയപ്പോൾ അവർ ചില പരീക്ഷണങ്ങളായിട്ട് പോയപ്പോൾ അതിന്റെ കൂടെ പോയില്ല. NCP ആവാൻ തന്നില്ല, കോൺഗ്രസിലേക്ക് തിരിച്ചു വന്നു. അത് കഴിഞ്ഞ് രാഹുൽ ഗാന്ധി 2009 അന്ന് UPA കാലമാണ്. രാഹുൽ ഗാന്ധി യൂത്ത് കോൺഗ്രസിന്റെ ചാർജ് ഏറ്റെടുത്ത കാലമാണ്. അദ്ദേഹം ഇവിടെ ഒരു ടാലന്റ് ഹണ്ട് നടത്തി തിരുവനന്തപുരത്ത് വെച്ച്. അത് കേരളത്തിലെ എല്ലാ യൂത്ത് കോൺഗ്രസ് ജില്ലാ ഭാരവാഹികളും ബ്ലോക്ക് പ്രസിഡന്റുമാരും ആ പരിപാടി പങ്കെടുത്തിരുന്നു. 500-ലധികം പേര് 3 ദിവസം നീണ്ടു നിന്ന പരിപാടിയായിരുന്നു. ഞാൻ ഓർക്കുന്നു രൺദീപ് സിംഗ് ഹൂഡ, സന്ദീപ് ദീക്ഷിത് ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ്, അശോക് തൻവർ ഇങ്ങനെയൊക്കെയുള്ള ആളുകളാണ് അന്ന് അവിടെ ഇന്റർവ്യൂ ചെയ്യാൻ ഇരുന്നിരുന്നത്. അങ്ങനെ ഒരു 500 ചില്ലാനം ആളുകളെ 3 ദിവസം കൊണ്ട് ഇന്റർവ്യൂ ചെയ്ത് 12 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. അതിലൊരാൾ ഞാനായിരുന്നു. അങ്ങനെ അതിലൊരാൾ ഈ ലിജു മാത്യു കുഴൽനാടൻ, അങ്ങനെ കുറെ പേരുണ്ടായിരുന്നു അതിൽ. അങ്ങനെ പിന്നീട് അത് ലിജു പ്രസിഡന്റായ ഒരു യൂത്ത് കോൺഗ്രസ് കമ്മിറ്റി അങ്ങനെ അനൗൺസ് ചെയ്യപ്പെടുന്നു. ഞാനതിൽ ഭാരവാഹിയായി. അത് കഴിഞ്ഞ് ഞാൻ മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി എന്നുള്ള നിലയിൽ DCC ജനറൽ സെക്രട്ടറി ആയി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ബ്ലോക്കിൽ നിന്നുള്ള KPCC മെമ്പറായി. ഇതൊന്നും ഒരു ഗ്രൂപ്പിന്റെയും പട്ടികയിലല്ല കേട്ടോ. ഞാൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി ആവുന്നത്, DC ഭാരവാഹി ആവുന്നത്, KPCC മെമ്പർ ആവുന്നത്. രാഹുൽ ഗാന്ധിയുടേതല്ല, യൂത്ത് കോൺഗ്രസ് ഭാരവാഹി രാഹുൽ ഗാന്ധി ടാലന്റ് ഹണ്ട്. അത് കഴിഞ്ഞ് മുൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹികളൊക്കെ പിന്നെ അന്ന് DCC ഭാരവാഹികളായിരുന്നു. VM സുധീരൻ പ്രസിഡന്റ് ആകുമ്പോൾ അങ്ങനെ ഞാൻ DCC ഭാരവാഹിയായി. അത് കഴിഞ്ഞ് എൻ്റെ ബ്ലോക്കിൽ നിന്നുള്ള KPCC മെമ്പറായി. അതും നമ്മുടേതായ നമ്മുടെ MA ഷാനവാസിന്റെ ഒക്കെ ഇടപെടലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ
ആയി. അത് കഴിഞ്ഞ് ഞാൻ KPCC സെക്രട്ടറി ആയി 2020 മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC പ്രസിഡന്റ് ആയിരുന്ന കാലഘട്ടത്തിൽ. അത് കഴിഞ്ഞ് പീപ്പിൾസ് സെക്രട്ടറി KPCC ജനറൽ സെക്രട്ടറി ആയി. അപ്പൊ ഓരോ ഘട്ടവും അത്തരത്തിൽ ശ്രമകരമായി ചൂടുകൾ വെച്ച് പടിപടിയായിട്ടാണ് ഈ പാർട്ടിയിൽ മുന്നോട്ട് വന്നത്. പക്ഷെ സമയബന്ധിതമായിട്ട് നമുക്ക് പ്രൊമോഷനുകളൊക്കെ കിട്ടി എന്നുള്ളത് നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അതിൽ പാർട്ടിയോട് വലിയ കടപ്പാടുണ്ട്. കാരണം ഒരുപാട് കഴിവുകളുള്ള ആളുകൾ അങ്ങനെയൊന്നും ഒരു ഭാഗ്യം കിട്ടാതെ എത്രയോ പേര് ഈ പാർട്ടിയിലുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമായ ഇടവേളകളിൽ നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് KPCC ജനറൽ സെക്രട്ടറി ആയി ഇപ്പോൾ നിലനിൽക്കാൻ സാധിക്കുന്നത് എന്ന് വിശ്വസിക്കുന്നു. അതിൽ പാർട്ടിയോട് നന്ദിയുണ്ട്, അതിലുപരിയായി ദൈവത്തോട് സ്തുതിയുണ്ട്, പ്രവർത്തകരോട് വലിയ കടപ്പാടുമുണ്ട്. അപ്പൊ താങ്കൾ ഇപ്പൊ കുറച്ചു കാലമായിട്ട് ഇപ്പൊ പൊന്നാനിയിൽ വളരെ സജീവമായിട്ട് നിൽക്കുന്നു. ഇവിടെ ഈ പൊന്നാനിയുടെ ഒരു വികസന കാഴ്ചപ്പാട്, എന്തൊക്കെ മാറ്റങ്ങളാണ് പൊന്നാനിയിൽ വരേണ്ടതായിട്ട് ആഗ്രഹിക്കുന്ന പദ്ധതികൾ എന്തൊക്കെയാണ്? ഇപ്പൊ താങ്കൾ ഇപ്പൊ കുറെ കാലമായിട്ട് ഇങ്ങനെ പൊന്നാനിയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളിലും മറ്റു വിഷയങ്ങളിലും ഒക്കെ ഇടപെടുന്ന ഒരാളാണ്. അപ്പൊ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലൊക്കെ വളരെ സജീവമായിട്ട് ഇടപെട്ട ആൾ കൂടിയാണ്. അപ്പൊ താങ്കളിൽ ഉണ്ടാവില്ലോ എന്താണ് പൊന്നാനിക്ക് ഇനി വേണ്ടത് എന്നുള്ളത്, ആ ഒരു കാര്യങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാൽ. അതായത് ഈ പൊന്നാനിയുടെ വലിയ ഒരു ചരിത്രമുണ്ട് പൊന്നാനിയുടെ. അത് എല്ലാ പ്രദേശങ്ങൾക്കും കൈവരുന്ന ചരിത്രമല്ല. പൊന്നാനിക്ക് അത് കൈവരാൻ കാരണം പൊന്നാനി ഒരു തുറമുഖ നഗരമായതുകൊണ്ടാണ്. അത് കൊടുങ്ങല്ലൂരിനെ പോലെയോ അല്ലെങ്കിൽ മംഗലാപുരത്ത് പോലെയോ അല്ലെങ്കിൽ ബോംബെ പോലെയോ അല്ലെങ്കിൽ കൊളംബോയെ പോലെയോ അല്ലെങ്കിൽ തൂത്തുക്കുടിയെ പോലെയോ ഒക്കെ ഒരു കാലഘട്ടത്തിൽ പ്രാധാന്യമുണ്ടായിരുന്ന ഒരു തുറമുഖ പട്ടണമാണ് പൊന്നാനി. അപ്പൊ അതിന്റെ ഒരു പരിവേഷത്തിൽ പഴയ കാലത്ത് ഈ അറബികളൊക്കെ കച്ചവട ആവശ്യാർത്ഥം പൊന്നാനിയിലൊക്കെ തമ്പടിക്കുന്ന തീർച്ചയായിട്ടും അതിന്റെയൊക്കെ ഒരു നരവംശ ശാസ്ത്രമുണ്ട്, അതിന്റെയൊക്കെ ഒരു സാംസ്കാരിക പൈതൃകമുണ്ട്, അതിന്റെയൊക്കെ ഒരു വ്യാപാര വാണിജ്യ ലോക വിവര മൂലധനം, അതിൻ്റെ ഒരു വിനിമയമുണ്ട്. ഇങ്ങനെ ഒരു വ്യത്യസ്തങ്ങളായ പല തലങ്ങൾ പൊന്നാനിയിലുണ്ട്. അത് അത്തരം സാമൂഹികമായ ചില ഉണർത്തുപാട്ടുകൾ കാലോചിതമായി നടത്തേണ്ടവ സ്വാഭാവികമായിട്ടും ഒരു വശങ്ങളിൽ നടക്കേണ്ടതുണ്ട് എന്ന ഒരു അഭിപ്രായം എനിക്കുണ്ട്. അതൊരു മനുഷ്യന്റെ സാമൂഹിക സാംസ്കാരിക ഒരു രാഷ്ട്രീയ ജനാധിപത്യ പരിസരത്ത് ഒരു ശ്രദ്ധേയമായ ഒരു സമ്പർക്കമാണത്. അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പൊന്നാനിയെ ഉയർത്തിക്കൊണ്ടുവരേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് ഇവിടെ ഒരു അനർഘമായ, ഇവിടെ പൊന്നാനി ഇപ്പോ സത്യം പറഞ്ഞാൽ 20 കൊല്ലമായി CPM പൊന്നാനിയിലെ ജനപ്രതിനിധികളാണ് ഇപ്പോഴും. അപ്പൊ 20 കൊല്ലമായി ഇവർ കെട്ടിക്കൊണ്ടു പോയിട്ടും കന്യാചർമ്മം പോലും ഭേദിക്കപ്പെടാത്ത വണ്ണം കന്യകയാണ് വികസന കാര്യത്തിൽ ഇപ്പോഴും പൊന്നാനി. ഞാൻ ആ വാചകം ആവർത്തിക്കുകയാണ്. വിവാഹിതയായിട്ട് 2 പതിറ്റാണ്ട് കഴിഞ്ഞിട്ടും കന്യാചർമ്മം പോലും ഭേദിക്കപ്പെടാത്ത കന്യകയാണ് വികസന കാര്യത്തിൽ ഇന്നും പൊന്നാനി. ഞാനിപ്പോ ഇന്നലെ ഈ മുനമ്പം ജാറൊക്കെ ഞാൻ ഇന്നലെ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ട് പോയിരുന്നു. ഞാൻ അവിടെ ഒരു മണിക്കൂറോളം എനിക്ക് ചെലവഴിക്കാൻ കഴിഞ്ഞു. എന്തു മനോഹരമായ പ്രദേശം, എത്രമാത്രം ദേശാടന പക്ഷികൾ വന്ന് കയറിയിരിക്കുന്ന ഒരു സ്ഥലം. മുനമ്പം എന്നത് അക്ഷരാർത്ഥത്തിൽ അതൊരു മുനമ്പമാണ്. ഇതുപോലെയൊക്കെയുള്ള മൗലികമായ പ്രദേശങ്ങള് അതിനെയൊക്കെ കൃത്രിമമായിട്ട് ബ്രിട്ടീഷുകാരുടെ ചരിത്ര പുസ്തകത്തിൽ പറഞ്ഞൊരു ഭാഗം കൂടിയാണ്. ഇതുപോലെയുള്ള മൗലികമായ, ഇതുപോലെയുള്ള വിഭവ ലഭ്യതയുള്ള ഒരു പ്രദേശം പല രാജ്യങ്ങളും കൃത്രിമമായിട്ട് ഉണ്ടാക്കാൻ 1 ലക്ഷം കോടിയും 1.5 ലക്ഷം കോടിയുടെ ഒക്കെ പ്രൊജക്ട് ഉണ്ടാക്കുന്ന ഒരു ലോകത്താണ് നമ്മളുള്ളത്. അപ്പോഴാണ് ഇത് ഇങ്ങനെ കിടക്കുന്നത്. ഇതുപോലെ എത്ര തുരുത്തുകൾ, മനോഹരമായ പ്രദേശങ്ങൾ ഓരോ പഞ്ചായത്തിലും, മാറഞ്ചേരി പഞ്ചായത്തിലെ ദ്വീപുകള്, അതുപോലെ തന്നെ ഈ നിങ്ങളുടെ ഈ നിയോജകമണ്ഡലത്തിന്റെ അതിർത്തിയിൽ നിന്നാണ് കൊച്ചി രാജ്യത്തേക്കുള്ള രാജകുടുംബത്തിന്റെ ഒരു മുന്നേറ്റം ഉണ്ടായത്, അല്ലെങ്കിൽ ഒരു സ്ഥലം മാറ്റം ഒക്കെ സംഭവിക്കുന്ന അതിന്റെ ഒരു പൊന്നേരി, അതിന്റെ ഒക്കെ ഒരു വലിയൊരു പാരമ്പര്യമുണ്ട്. ഇതിലുടനീളമുള്ള ഈ കോൾ നിലങ്ങളും അതിന്റെ വെള്ളക്കെട്ടുകളും ഇതൊക്കെ മറ്റൊരു വെനീസാണ് വേണമെങ്കിൽ. അല്ലെങ്കിൽ ഇപ്പോ ഈ ആലപ്പുഴക്ക് അവകാശപ്പെടാൻ പറ്റുന്ന പ്രത്യേകതകളുടെ ഒരു കുട്ടനാടിന്റെ ഒക്കെ ഒരു മിനിയേച്ചറാണ് മറ്റൊന്ന്. അപ്പൊ അവിടെയൊക്കെ ഒരുപാട് മണ്ണ്, ജലം, ജൈവസമ്പത്തിന്റെ പരിപോഷണത്തിലൂടെ ഉണ്ടാകുന്ന ഒരു ഇക്കോളജി ഉണ്ട്.
അതൊക്കെ കൈവിട്ടു പോകാതെ സംരക്ഷിക്കുകയും അതിനെ ശാസ്ത്രീയമായിട്ട് പരിപാലിക്കുകയും അതിനൊരു മാതൃകയാക്കി സഞ്ചാരികളെ കൊണ്ടുവന്ന് ഇതിൻ്റെ പിന്നെ പ്രശസ്തി വിനിമയം ചെയ്യിക്കുകയൊക്കെ വേണ്ട വലിയ ദൗത്യങ്ങളൊക്കെ നടക്കേണ്ട ഒരു ഇടമാണ്. അതൊന്നും ഇവിടെ ഇല്ല. കടൽ ഭിത്തികൾ, ഞാൻ നേരത്തെ വാചാലയത്തോട് പറയുന്നില്ല, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ പൊന്നാനിയിലെ തീരദേശ നിവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ രണ്ടാം കിട പൗരന്മാരാണ്. ഞാൻ സർക്കാരിൻ്റെ ഒരു ചിറ്റമ്മ നയത്തിന് നിരന്തരം വിധേയമാകുന്ന ആളാണ്. അവിടെ കടൽ ഭിത്തിയും സ്കൂളും ഒക്കെ പോട്ടെ, അവിടെ ഒരു മര്യാദ ഒരു കോളേജ് പോലും ഇല്ല, ഒരു ഫിഷറീസ് കോളേജ്. ഏറ്റവും നല്ലൊരു കേരളത്തിലെ ഫിഷിംഗ് സെന്ററാണ് പൊന്നാനി. അതുമായി ബന്ധപ്പെട്ട് ഒന്നുമില്ല. ഫിഷറീസ് വകുപ്പും ഹാർബർ വകുപ്പും ഒക്കെ സർക്കാരിന്റെ 10-200 കോടി പുട്ടടിച്ച് പാഴാക്കിയ ശ്മശാന ഭൂവാണ് പൊന്നാനി കടൽ തീരം, മുനിസിപ്പൽ കടൽ തീരം. അവർക്ക് ആകെ അറിയുന്നൊരു പണി ബോട്ടുകാർക്കും വള്ളക്കാർക്കും മറ്റ് മീൻ കച്ചവടക്കാർക്കും ഒക്കെ ഫൈൻ ചുമത്തുക. അത് 2.5 ലക്ഷം മുതൽ 10,000 രൂപ വരെയുണ്ട്. അപ്പോൾ ഈ പണി മാത്രമാണ്, പിഴ ചുമത്തുക എന്നുള്ളൊരു പണി മാത്രമാണ് ഫിഷറീസും കോസ്റ്റ് ഗാർഡും ഹാർബറും ഒക്കെ ചേർന്ന് നടക്കുന്നത്. പിന്നെ വലിയ പദ്ധതി ഉണ്ടാക്കുക, ആർക്കും പ്രയോജനമില്ലാത്ത പ്രേതഭവനങ്ങൾ നിർമ്മിച്ചും മുഴുവൻ ദൂർത്തടിക്കുക, കെടുകാര്യസ്ഥത മാത്രം. ഇതാണ് പൊന്നാനിയുടെ ശാപം. അതിനൊരു മാറ്റം ഉണ്ടാവണം. രണ്ടാമതായിട്ട് ഒരു ശ്രദ്ധേയമായ ഒരു കാര്യം ഞാൻ പറയുന്നു, അത് പൊന്നാനിയുടെ ഒരു പൈതൃകവുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. അത്രക്ക് പൈതൃകമുള്ള ഒരു സ്ഥലത്തിന് ചില മാതൃകകൾ കാണിക്കാൻ പറ്റണം. അതിനുവേണ്ടി നമുക്ക് രാഷ്ട്രീയാതീതമായിട്ടൊരു പുതിയ സംസ്കാരം ഉണ്ടാക്കണം. കലീമുദ്ദീനെ പോലെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു വാചകമാണ്. ആ സംസ്കാരമാണ് ഞാൻ പറയുന്നത്. അതായത് ഈ തദ്ദേശ സ്വയംഭരണ ഭരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പ്രതിപക്ഷമില്ല, ജയിച്ചു വരുന്നവരൊക്കെ ഭരണപക്ഷമാണ്. ഇത് 92-3 കാലത്തൊക്കെ ഉണ്ടായ ഭരണഘടനയുടെ 73ാം ഭേദഗതിയാണ്. ഇത്ര റവന്യൂ വിഹിതവും ഇത്ര വികസന കാര്യങ്ങളും ഇത്ര അധികാരവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൊടുക്കണം. ഗ്രാമസഭ, സ്ത്രീ പ്രാതിനിധ്യം, റിസർവേഷൻ, ഇതൊക്കെ വിഭാവനം ചെയ്ത മഹത്തായ ഭരണഘടനാ ഭേദഗതിയാണ് 73. അതിൽ ഒരു പക്ഷമേ ഉള്ളൂ. അതുകൊണ്ട് പൊന്നാനിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട മുഴുവൻ പഞ്ചായത്ത് ഭരണസമിതികളും ഒരു പക്ഷമായിട്ട് നിൽക്കാൻ മനസ്സ് കാണിക്കണം. ആദ്യഘട്ടത്തിൽ തന്നെ പല സ്ഥലത്തും കല്ലുകടിയും വൈരുനിര്യാതന ബുദ്ധിയും അക്രമവും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. ഗ്രാമവികസനമാണ് ഇതിന്റെ ലക്ഷ്യം. ഇവിടെ രാഷ്ട്രീയമില്ലാതെ ഒരുമിച്ച് നിന്ന് നീതിപൂർവകമായിട്ട് മെറിറ്റിന് അടിസ്ഥാനത്തിൽ ഫണ്ടിന്റെ വിനിയോഗം വേണം. ഒരു പൂൾ ഉണ്ടാക്കണം ഫണ്ടിന് എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം ആ MP-യുടെ MP ഫണ്ടും MLA-യുടെ MLA ഫണ്ടും പ്രാദേശിക ഭരണകൂടങ്ങളുടെ ഫണ്ടും ഒരു പൂളാക്കി മാറ്റുകയും മുൻഗണനയുടെ അടിസ്ഥാനത്തിൽ എല്ലാവരും ചേർന്ന് വികസന കാര്യങ്ങൾ നിശ്ചയിക്കുകയും അതിലേക്ക് സമയബന്ധിതമായിട്ട് ഈ ഫണ്ട് വിനിയോഗം ഉണ്ടാകുകയും വേണം. അത്തരത്തിലൊരു പ്രാദേശിക ഫണ്ട് വിനിയോഗ വികസന രാഷ്ട്രീയ സംസ്കാരം അത് ഈ പൊന്നാനിയിൽ ഉണ്ടാകണം എന്നെൻ്റെ ഒരു ആഗ്രഹമാണ്. അത് കേരളത്തിന് വലിയൊരു മാതൃകയായിരിക്കും. അപ്പോൾ MP-യും MLA-യും പഞ്ചായത്ത് ഭരണസമിതിയും എല്ലാം ചേർന്ന് പ്രാദേശിക വികസന കാര്യങ്ങളിൽ, പ്രാദേശിക ഇടങ്ങളിലെ ജനങ്ങളുടെ ക്ഷേമ കാര്യങ്ങളിൽ ഒരു പൊതു മാനദണ്ഡം ഉണ്ടാക്കി ഒരുമിച്ച് ഫണ്ടുകൾ ചെലവഴിക്കുക. ഇത് പല വഴിക്ക് പല രാഷ്ട്രീയ താല്പര്യം, പല താല്പര്യമൊക്കെ ആകുമ്പോൾ പലതും വഴിപിരിഞ്ഞു പോകുന്നു, എവിടെ എത്തുന്നില്ല. ഇതിനൊരു പരിഹാരം ഉണ്ടാവും. അത്തരത്തിലൊക്കെയുള്ള മാറ്റങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാമെന്നാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്. രാഷ്ട്രീയ രംഗത്ത് വളരെ സജീവമായിട്ട്, അതോടൊപ്പം തന്നെ താങ്കളിപ്പോൾ പ്രസംഗവും മറ്റ് ചാനൽ ചർച്ചകളിലൊക്കെ വളരെ സജീവമാണ്. ഈ എഴുത്ത് ജീവിതത്തിലേക്ക് അല്ലെങ്കിൽ സാഹിത്യകാരന്മാരുമായിട്ട്, സാംസ്കാരിക നേതാക്കളുമായിട്ട്, അവരുമായിട്ടൊക്കെ ഉള്ള ബന്ധങ്ങൾ എങ്ങനെയാണ്? അതൊക്കെ ഒന്ന് പറഞ്ഞ്. അതായത് പിന്നെ എഴുത്ത് എന്ന് പറഞ്ഞാൽ ഞാനങ്ങനെ ഒരു പിന്നെ കണ്ടംപററി റീഡർ അല്ല. അതായത് ഇപ്പൊ ഓരോ മാസവും അല്ലെങ്കിൽ പിന്നെ 3 മാസം കൂടുമ്പോഴൊക്കെ ഇറങ്ങുന്ന ഏറ്റവും മികച്ച കൃതികളൊക്കെ തപ്പിത്തെരഞ്ഞ് എത്തിപ്പിടിച്ച് കൃത്യമായി വായിച്ചു തീർക്കുന്നതിനെയാണ് കണ്ടംപററി റീഡിങ് എന്ന് വേണമെങ്കിൽ പറയാവുന്നത്. ഞാൻ അങ്ങനെ ഒരു കണ്ടംപററി റീഡർ അല്ല, പക്ഷെ ഞാൻ ഒരുപാട് വായിച്ചിട്ടുണ്ട്. അത് ഞാനൊരു 10-25 വയസ്സാകുന്നതിന് മുമ്പ് തന്നെ ഒരു മലയാളത്തിലെ എല്ലാ ക്ലാസിക്കുകളും ഞാൻ വായിച്ചിട്ടുണ്ട്. എല്ലാ എഴുത്തുകാരുടെയും സമ്പൂർണ്ണ കൃതികൾ പല ആവർത്തി ഞാൻ വായിച്ചിട്ടുണ്ട്. അതങ്ങനെ ആഘോഷിക്കപ്പെട്ട എഴുത്തുകാർ മാത്രമല്ല, അല്ലാത്തവർ വിലാസിനി M.K. മേനോൻ അങ്ങനെയൊക്കെ ഒരുപാട് പേരുകൾ എൻ്റെ മനസ്സിൽ, S. ഗുപ്തൻ നായർ തൊട്ട് M. കൃഷ്ണൻ നായർ പോലെയുള്ള നിരൂപകരെ തൊട്ട് മുഴുവൻ നമ്മൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ക്ലാസിക്കുകളൊക്കെ ബഷീറും തകഴിയും കേശവദേവും റൂബും VK-നും അങ്ങനെ മലയാറ്റൂർ അങ്ങനെ നീണ്ടു കിടക്കുന്ന എല്ലാ ഗ്രന്ഥങ്ങളും നമ്മൾ വായിച്ചിട്ടുണ്ട്. അങ്ങനെ ആനുകാലികങ്ങൾ വായിക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഒരു രൂപപ്പെട്ടൊരു രാഷ്ട്രീയ നിരീക്ഷണവും ബോധ്യങ്ങളൊക്കെ ഉണ്ട്.
അപ്പൊ അത് നമ്മൾ എഴുതും. എഴുത്തിന്റെ വഴി തന്നെയാണ് അതിലൊരു ശ്രേഷ്ഠ വഴി എന്നാണ് എൻ്റെ അഭിപ്രായം. നമ്മൾ ഡിബേറ്റുകളെക്കാൾ ഒരു ഡിജിറ്റലൈസ് ചെയ്ത് നിൽക്കുന്ന ഒരു സാധനം എഴുത്താണ്. അത് ഒരു വലിയ റെഫറൻസ് ആണ് അത്. അപ്പൊ അങ്ങനെ നമ്മൾ ആനുകാലികളൊക്കെ എഴുതുന്നതിന്റെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും അത് നമുക്ക് ബന്ധങ്ങൾ തരും. നമുക്ക് അതെങ്ങനെ ബന്ധം ഉണ്ടാക്കുന്ന ചോദ്യത്തിന് പിന്നെ പ്രസക്തി ഇല്ല. നമ്മൾ എഴുത്തിന്റെയും ഒരു അക്കാദമിക് പ്രഭാഷണത്തിന്റെയും ഒക്കെ മേഖലയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അതൊരു ഫ്രറ്റേണിറ്റി ആകുമ്പോൾ ബന്ധം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഇപ്പോൾ അവസാനമായിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഒരു ഇന്റർവ്യൂടെ അവസാനിപ്പിക്കാം. അപ്പോൾ ഇവിടെ സ്ഥാനാർത്ഥികളെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം വി ഡി സതീശൻ പറഞ്ഞു 50% യുവജനങ്ങളെ സ്ത്രീകളൊക്കെയാണ് സ്ഥാനാർത്ഥികളായിട്ട് പ്രഖ്യാപനം. ഒരു കോൺഗ്രസിനൊരു പുതിയൊരു മുഖം അല്ലെങ്കിൽ പുതിയൊരു വഴി വെട്ടിത്തെളിക്കുന്ന ഒരു പ്രഖ്യാപനമാണ് വി ഡി സതീശനിൽ നിന്നുണ്ടായത്. അങ്ങനെ ഒരു പ്രഖ്യാപനത്തിൽ ഇവിടെ പൊന്നാനിയിലെ സ്ഥാനാർത്ഥിയായി താങ്കൾ വരികയാണെങ്കിൽ, ഉറപ്പൊന്നുമില്ല, അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്, അങ്ങനെ വരികയാണെങ്കിൽ എന്തൊക്കെ ഒരു കാര്യങ്ങളാണ് പൊന്നാനിക്കാരോടായിട്ട് താങ്കൾക്ക് പറയാനുള്ളത്? അല്ല, ഞാൻ ഇങ്ങനൊരു ചോദ്യത്തിനും ഞാൻ മറുപടി പറയുമ്പോൾ ഞാൻ അങ്ങനെ ഒരു കാര്യം നിങ്ങളോട് സമ്മതിച്ചുകൊണ്ട് മറുപടി പറയുന്ന രീതിയിൽ അത് വരും. കാരണം കോൺഗ്രസ് പാർട്ടി ഇനിയും തീരുമാനിക്കാത്ത ഒരു കാര്യത്തിന് അങ്ങനെ ഒരു ആധികാരിക ഭാവത്തിൽ മറുപടി പറയുന്നത് ശരിയല്ല. എന്റെ ആഗ്രഹങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഞാൻ എന്റെ പാർട്ടിയുമായി പങ്കിടുകയും പാർട്ടി അത് അംഗീകരിക്കുന്ന സാഹചര്യത്തിൽ നമ്മൾ ഓരോ ഇടങ്ങളിലേക്ക് എത്തുകയും ചെയ്യും. വേണ്ട, താങ്കൾ സ്ഥാനാർത്ഥിയാവുന്നില്ല, പൊന്നാനിയിൽ ഒരു കോൺഗ്രസിന്റെ ഒരാൾ സ്ഥാനാർത്ഥിയായി വരികയാണ്. എന്താണ് ആ സ്ഥാനാർത്ഥിയോടോ അല്ലെങ്കിൽ ആ സ്ഥാനാർത്ഥി ജനങ്ങളോടായിട്ട് പറയേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്താണ്? ആ കാര്യങ്ങളാണ് ഞാൻ ഉടനീളം പല പല വിഷയങ്ങൾ നിങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞത്. നമ്മുടെ വികസന കാര്യങ്ങളിൽ എൻ്റെ അഭിപ്രായം പറഞ്ഞു, രാഷ്ട്രീയാതീതമായിട്ട് പ്രാദേശിക ഭരണകൂടങ്ങളിൽ രൂപപ്പെടേണ്ട കൂട്ടായ്മകളെ കുറിച്ച് പറഞ്ഞു, പൊന്നാനിയുടെ പാരമ്പര്യത്തെ ചേർത്ത് നിർത്താൻ വേണ്ട പരിപാടികളെ കുറിച്ച് പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തങ്ങളായ പരിപാടികൾ പറഞ്ഞു. പക്ഷെ ഒറ്റ കാര്യമേ എനിക്ക് അതിനകത്ത് പറയാനുള്ളൂ, അത് CPM-നോടാണ് പറയാനുള്ളത്. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ കളത്തെ പൊന്നാനിയെ നിങ്ങൾ വർഗീയമാക്കരുത്. നിങ്ങൾക്ക് തിരിച്ചടി നേരിടുമ്പോൾ നിങ്ങളതിനെ വർഗീയമാക്കുന്നു. എന്നാലും നിങ്ങൾക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ നിങ്ങൾ അതേ വർഗീയത അവിടെ പ്രയോഗിക്കുന്നു. ഇപ്പൊ ഞാൻ ഒറ്റ കാര്യം പറഞ്ഞത്, ഇപ്പോ മാറഞ്ചേരി പഞ്ചായത്തിലെ 17-18 വാർഡുകൾ മാത്രം നിങ്ങൾ എടുക്കുക. നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ട് മാറഞ്ചേരി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റിന് SDPI വോട്ട് ചെയ്തു എന്ന്. മാറഞ്ചേരി പഞ്ചായത്തിലെ 17-ാം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിക്കുമെന്ന എല്ലാ പ്രതീക്ഷയും അവിടെ അവശേഷിപ്പിച്ചു പോയ ഒരു സ്ഥാനാർത്ഥിയാണ്. അവർക്ക് എതിരായിട്ട് 70 SDPI വോട്ടുകൾ വളരെ കൃത്യമായിട്ട് CPM-ന്റെ പെട്ടിയിൽ വീണു, പ്രീതക്ക്. അതുപോലെ തന്നെ BJP വോട്ടുകളും അവിടെ CPM വർഗീയമാക്കി. കാരണം UDF സ്ഥാനാർത്ഥിയുടെ പേര് സുനീറയാണ്, LDF സ്ഥാനാർത്ഥിയുടെ പ്രീതയാണ്. BJP വോട്ട് അവർ വാങ്ങി. SDPI വോട്ട് വാങ്ങിയത് എന്താണെന്ന് ഞാൻ അടുത്ത് പറഞ്ഞത്. 18-ാം വാർഡിൽ SDPI സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത്. അവിടെ മുസ്ലിം ലീഗിന്റെ വനിതയുമായിട്ടാണ് നേരിട്ടുള്ള മത്സരം. അവിടെ 10-200-ലധികം പൊളിറ്റിക്കൽ വോട്ട് CPM-നുണ്ട്. പക്ഷെ അവർക്ക് 120 വോട്ടാണ് കിട്ടിയത്. പൊളിറ്റിക്കൽ വോട്ട് മാത്രമല്ലല്ലോ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് കിട്ടുക. 200 പൊളിറ്റിക്കൽ വോട്ട് ഉണ്ടെങ്കിൽ പഞ്ചായത്ത് സ്ഥാനാർത്ഥിക്ക് 300 വോട്ട് കിട്ടണം. ഇവിടെയാണ് 120 വോട്ടിൽ CPM ഒതുങ്ങിയത്. 18-ാം വാർഡിൽ അവർ SDPIക്ക് വോട്ട് മറിച്ചു. അവിടുന്ന് SDPIയുടെ ആസിയ ജയിച്ചു. 18-ാം വാർഡിൽ SDPI വോട്ട് വാങ്ങി CPM ജയിക്കുന്നു. അല്ല, 18-ാം വാർഡിൽ ആസിയ SDPI സ്ഥാനാർത്ഥി ജയിപ്പിക്കാൻ CPM വോട്ട് ദാനം നൽകുന്നു. ഇപ്പുറത്ത് CPM ജയിക്കാൻ SDPIയുടെ വോട്ട് വാങ്ങുന്നു. അതേ സ്ഥലത്ത് തന്നെ CPM സൈമൾട്ടേനിയസ് ഇവര് മിടുക്ക് ഞാൻ സമ്മതിച്ചു പോയി. ഒരേ സമയം SDPIയുടെ വോട്ട് വാങ്ങുന്നു, അപ്പുറത്ത് ഹിന്ദു മുസ്ലിം പറഞ്ഞിട്ട് BJPയുടെ വോട്ടും വാങ്ങുന്നു. ഈ മാറഞ്ചേരി പഞ്ചായത്തിൽ വെൽഫെയർ പാർട്ടിയായിട്ട് ചേർന്നിട്ടാണ് UDF. അത് കേരളത്തിൽ പല സ്ഥലത്തും തെരഞ്ഞെടുപ്പിൽ ധാരണയുണ്ടോ? നമ്മൾ ആ ചോദ്യമല്ല. ഞാൻ ഇതിനകത്ത് നിങ്ങൾ ഈ വർഗീയതയാണ് പറയുന്നത്, അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങല പറയുന്നത്, അവിശുദ്ധ രാഷ്ട്രീയ പറയുന്നത്. അത് CPM SDPIയുടെ വോട്ട് വാങ്ങിയ ഒരു സ്ഥലത്ത് ജയിക്കുന്നു, അപ്പുറത്ത് CPM SDPIക്ക് വോട്ട് മറിച്ചു കൊടുത്ത് ലീഗ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കുന്നു. ആ നന്ദിയും ആ രാഷ്ട്രീയ കൂട്ടുകെട്ടിന്റെ തുടർച്ചയാണ് മാറഞ്ചേരി ഭരണസമിതിയിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ശ്രീമതി ആസിയെ പ്രകടിപ്പിച്ചത്. SDPIയുടെ അംഗം അവര് LDFന് വോട്ട് ചെയ്തു. നറുക്കെടുപ്പ് കൊണ്ടല്ലേ അവിടെ ലീഗ് പ്രതിനിധി വൈസ് പ്രസിഡന്റ് ആയത്. ഇവിടെ മുസ്ലിം ലീഗ് എന്ന പാർട്ടി ശക്തിപ്പെടേണ്ടതിന്റെ ഒരു ആവശ്യകത കൂടിയാണത് പൊതുസമൂഹത്തിൽ. എത്രത്തോളം ചൊവ്വന്നൂർ പഞ്ചായത്തിൽ SDPI സ്ഥാനാർത്ഥി വോട്ട് ചെയ്തിട്ട് ചൊവ്വന്നൂർ പഞ്ചായത്ത് എനിക്കറിയില്ല. നിങ്ങൾ പൊന്നാനി ചോദിച്ചപ്പോൾ പൊന്നാനിയെ പറയുന്നത്. നമുക്ക് അങ്ങനെ ഓരോ സ്ഥലവും കേരളമൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇത് വളരെ കൃത്യമായിട്ട് നിങ്ങളുടെ നാട്ടിൽ നടന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി. ഇതുപോലെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം.
പൊന്നാനി മുനിസിപ്പാലിറ്റിയിലെ ഈഴവത്തുരുത്തി ബെൽറ്റിൽ അവിടെ BJPക്ക് ഒരുവിധം ശക്തിയുള്ള വാർഡുകളിലൊക്കെ CPM അത്യന്തം വർഗീയ പ്രചരണം നടത്തി പിന്നെ UDFന് കിട്ടേണ്ട വോട്ടുകളൊക്കെ വാങ്ങിയാണ് അവർ 7-8 വാർഡുകൾ ജയിച്ചത്. അപ്പൊ CPM പറയുന്നത് തീരദേശത്തെ SDPI ജയിച്ചത് കോൺഗ്രസ് വോട്ട് മറിച്ചിട്ടാണെന്നാ അവരുടെ ആരോപണം. എന്താ അങ്ങനെ ഈ പൊന്നാനി നഗരസഭയിൽ SDPIക്ക് ഒരു സീറ്റ് ഉണ്ടല്ലോ തീരദേശത്ത്, അത് കോൺഗ്രസിന്റെ വോട്ട് അങ്ങോട്ട് മറിഞ്ഞു പോയത് കൊണ്ടാണ് അവര് ജയിക്കാൻ. അല്ല, അത് സ്വാഭാവികമായിട്ടും അവര് പിന്നെ അങ്ങനെയല്ലാതെ അവര് പറയില്ല. കാരണം അവര് ചെയ്യുന്ന പ്രവൃത്തി ഇതാണ്. അങ്ങനെ എന്തെങ്കിലും ഒരു സൂചനകൾ ആ വാർഡിലെ ഏതെങ്കിലും ഒരു പിന്നെ വോട്ടർക്കുണ്ടെങ്കിൽ, ഇതൊക്കെ നിങ്ങൾ ആ വാർഡ് പോയിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി. അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥി എനിക്ക് പരിചയമുള്ള സലാം എന്ന് പറഞ്ഞ ആളായിരുന്നു. അത് അവസാന നിമിഷം വരെ സർവശക്തി എടുത്ത് പോരാടിയിട്ടുണ്ട്. പിന്നെ ആ 10-12 ലക്ഷമൊക്കെ വാർഡിൽ ചെലവഴിക്കുന്ന സ്ഥാനാർത്ഥികളോടൊന്നും ഈ പിന്നെ അവിൽപ്പൊതി മാത്രമായിട്ട് മത്സരക്കളത്തിലേക്ക് ചെല്ലുന്ന UDF സ്ഥാനാർത്ഥികൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്ക് എവിടെയും ഭരണമില്ല, കഴിഞ്ഞ 10 കൊല്ലമായിട്ട് കേരളത്തിലില്ല, കേരളത്തിൽ 15 കൊല്ലമായിട്ടില്ല, എന്ന് വരുന്നറിയില്ല, പണം തരാൻ ആരുമില്ല, പൊന്നാനി മുനിസിപ്പാലിറ്റിയിൽ ഭരണമില്ല, അവിടെ നിയമസഭാ സീറ്റില്ല. അതൊക്കെ വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ് അവിടുത്തെ ഓരോ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയും മത്സരിച്ചത്. അവിടെ അദ്ദേഹമൊക്കെ പിന്നെ ഡു ഓർ ഡൈ എന്ന മട്ടിൽ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. അത് ഒരു CPM-കാരനോട് നിങ്ങൾ ചോദിച്ചു നോക്കുക, ആ വാർഡിൽ ഏതെങ്കിലും കോൺഗ്രസ് വോട്ട് മറിഞ്ഞു പോയിട്ടുണ്ടോ എന്നുള്ളത്. അവിടെ കഴിഞ്ഞ തവണ കോൺഗ്രസിനും UDFനും കിട്ടിയ വോട്ടെത്ര നിങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കൂ. അവിടെ CPM സിറ്റിംഗ് സീറ്റ് SDPയുടെ ഒരു തോറ്റതിന് പിന്നെ നമ്മളെ പഴി പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? നിങ്ങൾ സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ചാൽ ഞാൻ പറഞ്ഞത്. ഞാൻ നേരത്തെ മാറഞ്ചേരി കണക്ക് പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. അതിന് ഉപോത്ബലകമായതിന്റെ ഏറ്റവും വലിയ പ്രകടമായ തെളിവാണ് SDPI അംഗം മാറഞ്ചേരിയിലെ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥി LDFന് വോട്ട് ചെയ്തത്. അതിപ്പോ അവിടെ ആ രീതിയിൽ CPM ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇപ്പൊ മാറഞ്ചേരി ബ്ലോക്ക് ഡിവിഷനകത്ത് BJP സ്ഥാനാർത്ഥിനെ നിർത്തിയില്ല, അത് കോൺഗ്രസിനെ സഹായിക്കാൻ വേണ്ടിയാണ്. മാറഞ്ചേരി സെൻട്രൽ ബ്ലോക്ക് ഡിവിഷനിലെ BJP സ്ഥാനാർത്ഥിനെ നിർത്തിയിട്ടില്ല, അത് രീതിയിൽ CPM-ഉം രാഷ്ട്രീയ പ്രതികരണങ്ങളായിട്ടാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രതികരണങ്ങളായിട്ട് നിങ്ങൾ കാണരുത്. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് കഴമ്പുള്ള ആരോപണങ്ങൾ ഒരു കാലത്തും തെളിയിക്കപ്പെടാതെ പോയില്ലേ? നിങ്ങൾ എനിക്കെതിരെ ആരോപണം കഴമ്പുള്ളത് പറഞ്ഞിട്ട് ഞാൻ അതിനെ കൗണ്ടർ ചെയ്യാൻ നിങ്ങൾക്കെതിരെ വ്യാജ പടി പൊട്ടിച്ചാൽ രണ്ടും ഉണ്ട്. അതുകൊണ്ട് രണ്ടും സമീപിക്കേണ്ട നമുക്ക് തീരുമാനമെടുക്കാൻ പറ്റും. നമ്മൾ വിഷയത്തിന്റെ മെറിറ്റില് പത്രപ്രവർത്തകർ എന്ന നിലയിൽ നിങ്ങൾ അതിനെ സമീപിക്കണം. ഞാൻ ഇനി വേറൊരു കാര്യം പറഞ്ഞുതരാം. നിങ്ങളിപ്പോ BJPയുടെ വോട്ടാണല്ലോ ഈ പറഞ്ഞത്. നിങ്ങൾ 2011 പിന്നെ പൊന്നാനി അസംബ്ലിയിലെ BJPയുടെ വോട്ട് നോക്കുക, 2016-ലും 2021-ലും BJPയുടെ വോട്ട് നോക്കുക. BJPക്ക് ഈ കഴിഞ്ഞ 2 തെരഞ്ഞെടുപ്പിലായിട്ട് 7,000 വോട്ടിന്റെ കുറവ് വളരെ കൃത്യമായിട്ടുണ്ട്. എന്നാൽ UDF വോട്ട് നോക്കുക. UDFന് നിയമസഭയിലും ലോക്സഭയിലും പഞ്ചായത്തിലും ഒക്കെ കിട്ടുന്ന വോട്ടുകൾ 2011 തൊട്ട് വലിയ മാറ്റമൊന്നുമില്ല, ഒരു 12,000-3,000 വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. അത് BJPക്ക് പ്രകടമായ മാറ്റം വരുമ്പോഴാണ് CPM-ന് നിയമസഭയിലേക്ക് 12,000-ഉം 16,000-ഉം ഒക്കെ ഭൂരിപക്ഷം കിട്ടുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, ഇതിന്റെയൊക്കെ കണക്കുകളൊക്കെ നമുക്ക് അറിയാം. അപ്പൊ CPM എന്ന് പറയുന്നത് ജയിക്കാൻ വേണ്ടി ഏത് നെറികേടും ചെയ്യുന്ന ഒരു പാർട്ടിയാണ്. അവരതിനെ ഏത് തരത്തിലും അതിനെ വർഗീയമാക്കും, ഏത് ആൾ RSS ആക്കും, ഇപ്പുറത്ത് മുസ്ലിം വർഗീയവാദിയാക്കും, അപ്പുറത്ത് അവര് ഒരേ സമയം നമ്മൾ ചില പിന്നെ വാട്സപ്പ് ചിത്രങ്ങളൊക്കെ കാണുന്നല്ലോ, പിന്നെ നമ്മുടെ കാമുകിയായിട്ട് ചേർന്ന് നിൽക്കുമ്പോൾ തന്നെ ഇപ്പുറത്തൊരു പെൺകുട്ടിയോട് കൈ കൊടുക്കുന്ന ചില ഫ്ലർട്ടുകളുടെ ചിത്രം, അതുപോലെ CPM ഒരേ സമയം എല്ലാ വർഗീയതയും വിനിമയം ചെയ്യുന്ന, വിജയത്തിന് വേണ്ടി ഏത് വഴികേടും സ്വീകരിക്കുന്ന പാർട്ടിയാണ്. അവരെ പ്രതിരോധിക്കുന്നത് ശ്രമകരമായ ഒരു ദൗത്യമാണ്. ആ ദൗത്യത്തിൽ പൊന്നാനി ഇത്തവണ വിജയിക്കും. അത് BJPയുടെ സംഘടനാ ദൗർബല്യം കൊണ്ട് അവർക്ക് അംഗങ്ങൾ കുറഞ്ഞു പോയി എന്ന് പറഞ്ഞുകൂടെ? അല്ല, കാരണം നേരത്തെ ഇപ്പോ ഈ പൊന്നാനി, മാറഞ്ചേരി അല്ലെങ്കിൽ പെരുമ്പടപ്പ്, എരമംഗലം ഉൾപ്പെടുന്ന ഒരു പ്രദേശത്ത് RSSന് 1-ലധികം ശാഖകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ആ ശാഖ 1-ലേക്ക് ചുരുങ്ങി. അപ്പൊ ഒരു സംഘടനാപരമായിട്ട് അവർക്ക് എന്തോ ഒരു ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദൗർബല്യം ഉണ്ടായിട്ടുണ്ടെന്ന് അതിനെ അങ്ങനെ കാണുന്നതുകൊണ്ട്. അല്ല, അതെങ്ങനെ കാണാൻ പറ്റും? നിയമസഭയിൽ മാത്രം വോട്ട് കുറയുക, ലോക്സഭ വരുമ്പോൾ 16,000-17,000 വോട്ട് കിട്ടുക, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ടാലി പരിഗണിക്കുമ്പോൾ 17,000-18,000 വോട്ട് ഉണ്ടാവുക. അത് കഴിഞ്ഞ് 10 വർഷമായിട്ട് ഇതേ സിനാരിയോ. നിയമസഭയിലേക്ക് 7,000 വോട്ട് കുറഞ്ഞിട്ട് 9,000-8,000 വോട്ടിൽ വന്ന് നിൽക്കുക. ഇത് നിങ്ങൾ പരിശോധിക്ക്. നിങ്ങൾ പറഞ്ഞ ന്യായം കൊണ്ട് ഞാൻ ഈ പറഞ്ഞതിൽ
കഴമ്പില്ല എന്നാണ് നിങ്ങളുടെ അഭിപ്രായം. ഞാൻ അഭിപ്രായമല്ല, അങ്ങനെയും രാഷ്ട്രീയമായിട്ട് അവര് BJP-ക്ക് സംഘടനാപരമായിട്ട് ദൗർബല്യം സംഭവിച്ചിട്ടുണ്ടാവില്ല എന്നുള്ള അങ്ങനെ ചിന്തിക്കുന്നു. അതാ പറഞ്ഞോളൂ. ആ ചിന്തയൊക്കെ കാരണം നേരത്തെ മാറഞ്ചേരിയിൽ 2 BJP മനസ്സിലായത് പഞ്ചായത്ത് അംഗങ്ങൾ, പൊന്നാനി നഗരസഭയില് 2-ലധികം ഉണ്ടായിരുന്നു. അതൊക്കെ ഇപ്പൊ കുറഞ്ഞു. അപ്പൊ ആ ഒരു സാഹചര്യം കുറഞ്ഞു എന്ന് കരുതി അവരുടെ ടോട്ടൽ വോട്ടിംഗ് നില നിങ്ങളൊന്ന് കണക്ക് കൂട്ടുക. BJP 15,000-ന് മുകളിൽ വോട്ട് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പൊന്നാനി അസംബ്ലിയിൽ പിടിച്ചിട്ടുണ്ടോ ഇല്ലയോ നിങ്ങൾ ചെക്ക് ചെയ്യുക. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പിടിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. കഴിഞ്ഞ 2 ലോക്സഭ നിങ്ങൾ ചെക്ക് ചെയ്യുക. കഴിഞ്ഞ 2 നിയമസഭ കൂടി നിങ്ങൾ ചെക്ക് ചെയ്യുക. 2011 അതോടൊപ്പം ചെക്ക് ചെയ്യുക. നിങ്ങളും ചെക്ക് ചെയ്താൽ എല്ലാ പാർട്ടികളുടെയും വോട്ടിംഗിൽ വരുന്ന എല്ലാ പാർട്ടികൾക്കും വോട്ടിങ്ങിൽ മാറ്റം വന്നിട്ടില്ല. CPM-ന് നിയമസഭ ഒഴികെയുള്ള വോട്ടൊക്കെ ഒരു കോൺസ്റ്റന്റ് ആണ്, ഒരു 2000 പ്ലസ് മൈനസ്. UDF-നും ഒരു 2500 പ്ലസ് മൈനസ്. പക്ഷെ BJP-ക്ക് ഒരിടത്ത് മാത്രം അത് 7000-8000 കുറയുമ്പോൾ അത് നമ്മളൊന്ന് ചിന്തിച്ചു നോക്കേണ്ട ഒരു വിഷയമാണല്ലോ. ഇപ്പോ താങ്കൾ ഇപ്പോ MP ഗംഗാധരൻ പറഞ്ഞു, MP ഗംഗാധരന് 24,000 വോട്ടുകൾക്ക് ഇവിടെ പരാജയപ്പെട്ടു. തൊട്ടടുത്ത വരുന്ന തെരഞ്ഞെടുപ്പിൽ 4,000 വോട്ടുകൾക്കാണ് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത്. പിന്നെ അത് 15 ആവുന്നു, പിന്നെ അത് 17 മാറ്റങ്ങൾ. അതൊക്കെ ആ ഒരു നമ്മളെ കണക്കുകളിൽ അങ്ങനെ പറയുന്നതില് അല്ല, അത് മാറ്റത്തിന്റെ കാരണം ഞാൻ പറഞ്ഞു, നിങ്ങൾ മാറ്റം പറഞ്ഞു. നിങ്ങൾ പറഞ്ഞതിനൊന്നും എനിക്ക് എതിർപ്പില്ല, അതൊക്കെ മാറ്റമാണ്. അപ്പൊ അത് ഈ BJP-യുടെ വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിഞ്ഞിട്ടുണ്ടാവില്ലേ? അത് നിങ്ങൾ പരിശോധിച്ചിട്ട് നിങ്ങൾക്ക് അതിനകത്ത് എന്തെങ്കിലും പിന്നെ കൃത്യമായ വിവരങ്ങൾ ഉണ്ടെങ്കിൽ എനിക്ക് തരിക. നിങ്ങളുടെ ഭാഗത്ത് അതിനകത്ത് സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളൊപ്പം നിൽക്കും, അത്രേ ഉള്ളൂ. ഞാൻ നിരീക്ഷിച്ചൊരു കാര്യം പറഞ്ഞു, അതിനെ നിങ്ങൾ ആവശ്യമില്ലാതെ കൗണ്ടർ ചെയ്യേണ്ട. ഞാൻ കൗണ്ടർ ചെയ്തല്ലേ, ഞാൻ ഇവിടുത്തെ പൊതുവെയുള്ള ഒരു രാഷ്ട്രീയ അല്ല, അത് അത്രേ ഉള്ളൂ. അതിപ്പോ പണ്ട് പനമ്പിള്ളി പറഞ്ഞ പോലെയാണ് നിങ്ങൾ പറഞ്ഞത്. പിന്നെ എതിരാളിക്ക് എന്നെക്കാൾ വോട്ട് കിട്ടിയോണ്ട് അവൻ ജയിച്ചു എന്നും പഴത്തുലും ചവിട്ടിയാലും വീഴും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെയല്ല ഞാൻ പറഞ്ഞു. ഞാൻ അതിന്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സാ പറഞ്ഞു, പരിശോധിച്ച് നോക്കിയാൽ മതി. റിയൽ മീഡിയ, ഒരു ദേശത്തിന്റെ ശബ്ദം.